അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് സാംസങ് S26 അൾട്രേൻ്റെ ഒരു മലയാളം ഷോർട്ട് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സ് വലിച്ചു നോക്കാം. ബോക്സിൻ്റെ സൈഡിൽ സ്റ്റിക്കർ വലിക്കാണ്. ബോക്സിൽ ഫസ്റ്റ് കാണുന്നത് ഫോൺ കാണുന്നുണ്ട്, പിന്നെ ഫോണിൻ്റെ വാറണ്ടി കാർഡാണ് തോന്നുന്നത്, ഒരു കാർഡും ഉണ്ട്. ഇതാണ് ഫോണ് ഫസ്റ്റ് ലുക്കിൽ നല്ല രസമുള്ള ഫോണാണ്, കാണാനും അടിപൊളിയാണ്. സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ കൂടിയാണ്. ക്യാമറേൻ്റെ ആ ഓഡിയോയുടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഓഡിയോ കൊടുക്കുന്നത്. നമുക്ക് ഫോൺ ഓണാക്കിയിട്ടുണ്ട്. സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും കൊടുത്തിട്ടുണ്ട്. താഴെ പിന്നെ ചാർജിങ് പോയിന്റും സിഗ്നേച്ചറും പിന്നെ സാംസങ്ങിൻ്റെ S Pen കൊടുത്തിട്ടുണ്ട്. സാംസങ് പിന്നെ നമുക്ക് ബോക്സിൽ എക്സ്ട്രാ ചാർജർ വരുന്നില്ല കേട്ടോ, നമ്മൾ പുറത്ത് തന്നെ വേണം. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാണ് ഫസ്റ്റ് AI പവർഡ് ഗാലക്സി ക്യാമറ വന്നിട്ടുള്ളത്. ക്യാമറയ്ക്ക് വേണ്ടി പ്രൊസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് ഇതിൽ സ്റ്റെബിലൈസേഷനായിട്ട് വീഡിയോസ് എടുക്കാം, അതായത് ഷേക്കിംഗ് ഒന്നും ഇല്ലാതെ വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ നൈറ്റിലും നമുക്ക് നല്ല അടിപൊളി ക്ലിയർ ഫോട്ടോഗ്രാഫി തന്നെ കിട്ടുന്നത്. സാംസങ്ങിൻ്റെ S26 ഫസ്റ്റ് പ്രൈവസി ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇത് വേൾഡിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഫോണിലാണ് പ്രൈവസി ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇതൊരു അടിപൊളി ടെക്നോളജി ആയിട്ടാണ് പറയാനുള്ളത്. സൈഡിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോലും സൈഡിൽ നോക്കിയാൽ കാണില്ല, അങ്ങനത്തെ രൂപത്തിലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടിയിട്ട് 3 ചിപ്സെറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗെയിമിംഗ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൂടി ഉണ്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 885 ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഗാലക്സി AI വെച്ചിട്ട് ഫോട്ടോസിൻ്റെ ഇറേസ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ സ്റ്റുഡിയോ മേക്ക് ഫോട്ടോസൊക്കെ ഇതിൽ ഉണ്ടാക്കാനും കഴിയും. എക്സ്ട്രാ ആളുകളെ ആഡ് ചെയ്യാനൊക്കെ കഴിയും ഇത് വെച്ചിട്ട്. അതിന് വേണ്ടി പ്രത്യേക ഒരു ചിപ്സെറ്റും കൊടുത്തിട്ടുണ്ട് സാംസങ്. പിന്നെ ഇതാണ് ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. പിന്നെ ഗൈസ്, എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം.